ഭാവഗായകന് വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. പി ജയചന്ദ്രനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ്. പൂങ്കുന്നത്തെ വസതിയിലും കേരള സംഗീത അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലുമായി രാവിലെ പൊതുദർശനം നടന്നു. പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. നാട്ടുകാർക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ പാടി മറഞ്ഞിരിക്കുന്നു. അസുഖങ്ങളിൽ നിന്ന് തിരികെ വരുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവരിലും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. കേരളത്തിന്റെ ഗാനരംഗത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തലം അവസാനിക്കുകയാണ്. ഒരു തലമുറയുടെ പ്രത്യേകമായ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു. വീട്ടിൽ നിന്നും കേരള സംഗീത അക്കാദമി ഹാളിലേക്ക് പൊതുദർശനത്തിനെത്തിയപ്പോൾ അവിടെയും വലിയ ജനാവലി കാത്തുനിന്നു. ജയചന്ദ്രൻ ആലപിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് പൊതുദർശനം നടന്നത്. കലാരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞു. ജയേട്ടന് പകരം വെക്കാൻ വേറൊരു ഗായകനില്ല. ജയേട്ടന്റെ ശബ്ദത്തിൽ ജയേട്ടനെ കുറിച്ച് പാടുന്നത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. സിനിമയിൽ അങ്ങനെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഒരു യുണീക്ക് വോയിസ് എന്നുള്ള രീതിയിലാണ് ജയേട്ടന്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കുന്നത്. പാടിയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ആ പാട്ടിനി പാടാൻ ഒരാളില്ല. അത്തരത്തിലൊരു പാട്ട് പാടാൻ, മലയാള ഗാനം പാടാൻ ഇനി ആളില്ല എന്നറിയുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു നഷ്ടമാണ്, വിഷമമാണ് മനസ്സിലുള്ളത്. മലയാളം ഉള്ളിടത്തോളം കാലം ജയചന്ദ്രനെ നമ്മളെല്ലാവരും ഓർക്കും. അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായ ആ ഗാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലും എന്നും തങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ്. സുഹൃത്ത് എന്നൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ ഇതിലൂടെ വല്ലാത്തൊരു സൗഹൃദം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. ആ ഒരു സൗഹൃദമാണ് എനിക്ക് പകർന്നു തന്ന, സ്നേഹം പകർന്നു തന്ന ഒരു വലിയ സഹോദരൻ്റെ നിര്യാണമാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത്. ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ എടുത്തരുതേ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും അതേപോലെ തന്നെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അത്ര ഭാവാർദ്രമായ നിലയിൽ പ്രണയഭാവങ്ങളെ ആവിഷ്കരിക്കാൻ, വൈകാരികതകളുടെ ആ നനുനനുത്ത ഷെയ്ഡ്സ് അവതരിപ്പിക്കാൻ ജയേട്ടനോളം കെൽപ്പുള്ള മറ്റൊരു ഗായകരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും, ലോകമെങ്ങുമുള്ള മലയാളികൾക്കും തീരാ നഷ്ടമാണ്. എത്രയോ തലമുറകൾ ഗാനാലാപന രംഗത്ത് മാറി വന്നു. എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു. പക്ഷേ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രന്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. ജയചന്ദ്രനെ കേരളം അനുസ്മരിക്കുന്നത് ആഴമുള്ള ശബ്ദത്തിൻ്റെ, ആഴമുള്ള മനസ്സിൻ്റെ, ആഴമുള്ള സ്നേഹത്തിൻ്റെ, ആഴമുള്ള സൗന്ദര്യബോധത്തിൻ്റെ പാട്ടുകാരനായിട്ടാണ്. രാവിലെ ആശുപത്രിയിൽ നിന്ന് കുടുംബാംഗങ്ങളും മുൻ മന്ത്രി VS സുനിൽകുമാറും ജയരാജ് വാര്യരും ചേർന്നായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയത്. നാളെ രാവിലെ 8 മണിവരെ വീട്ടിൽ പൊതുദർശനം തുടരും. ശേഷം തറവാട് വീടായ പറവൂർ പാലിയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. 3 മണിക്ക് ശേഷം കുടുംബവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.